അമ്മയും അമ്മയുടെ വിശ്വാസങ്ങളും. ഡി അവിടെ നിന്നേ, ചെരുപ്പ് ഇങ്ങനെയാണോ ഇട്ടിട്ട് പോവാ? ചെരുപ്പ് ഇങ്ങനെ ഇടാൻ പാടില്ല കുട്ടി. ഓ, ഈ പെണ്ണിന് ഒരു ബോധവും ഇല്ല. അങ്ങനെ ചെരുപ്പ് ഇങ്ങനെ തിരിച്ചിടാൻ പാടില്ല, അറിയില്ലേ? ശരിക്കും ഇട്ടിട്ടുണ്ട് ഞാന്. നന്നായി മോളെ, ഇങ്ങനെ ചെരുപ്പ് മലർത്തിയിട്ട് പോയാലേ അസുഖങ്ങൾ കണ്ടമാനം വിളിച്ചു വരുത്തുന്നല്ലേ നമ്മുടെ കാരണവന്മാര് പറയണേ. ശരിക്കും ഇടണം, അതൊരു വൃത്തിയുടെ ചിട്ടയുടെ ഒക്കെ ഭാഗം. പക്ഷെ അതൊരു അസുഖം വരുന്നൊന്നും അമ്മ പറയണ്ട കേട്ടാ. ആ പറയടി, നീ തർക്കുത്തരം പറ. നീ വന്ന് കേറിയാ തുടങ്ങും എന്നിട്ട് തറുതല പറയാൻ വേണ്ടിട്ട്. അതെ, രാത്രി ചൂളം വിളിക്കാൻ പാടില്ല കേട്ടാ. പ്രത്യേകിച്ച് പെൺകുട്ടികള് തീരെ ചൂളം വിളിക്കാൻ പാടില്ല. നീ രാത്രി ചൂളം വിളിച്ചിട്ട് പാമ്പ് കയറി വന്നത് നമ്മളിപ്പോ എന്താ ചെയ്യാ? നിനക്ക് ഇത്ര ബോധല്ലേ പെണ്ണെ? നീ നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പാമ്പ് വരാൻ പോണല്ലേ? ശരി, ചൂളം വിളിക്കില്ല പോരെ? അതെ, രാത്രിയിലാണോ അടിച്ചു വരിക? രാത്രി അടിച്ചു വരാൻ പാടില്ല എന്ന് നിനക്ക് അറിയില്ലേ? പകല് കുറേ സമയം ഉണ്ടായിരുന്നല്ലോ നിനക്ക് അടിച്ചു വരാൻ. അതെ, പണ്ടത്തെ ആൾക്കാർ പറയുന്നതാ. ചൂല് കൊണ്ടാക്കിട്ടെന്നാ മതിയില്ലേ? അമ്മേടെ നെയിൽ കട്ടർ എവിടെ? നഖം വെട്ടാനാ? ഈ രാത്രിയിൽ ഇപ്പൊ എന്തിനാ നിനക്ക് നെയിൽ കട്ടർ? പറ. നഖം വെട്ടാൻ രാത്രിയിലെ മോളെ നഖം വെട്ടാൻ പാടില്ല. നിനക്ക് ഇപ്പോഴേ കത്രിക മുടി വെട്ടാനല്ലേ, രാത്രിയിൽ മുടി വെട്ടാൻ പാടില്ല കേട്ടാ, അറിയില്ലേ? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ. അമ്മേ, ഞാൻ പോവാട്ടാ. അടുത്ത ആഴ്ച വരാട്ടാ. ചേട്ടന്റെ വീട്ടിലെത്തിയിട്ട് വിളിക്കാട്ടാ. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അല്ലാതെ ഈ പെണ്ണ് ഈ വീടിന്റെ പടി ഇറങ്ങില്ല. എല്ലാ ഐശ്വര്യം അങ്ങോട്ട് കൊണ്ടുപോയിക്കോ നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. നീ ചൊവ്വാഴ്ച പോയിട്ട് നീ എന്നാ തിരിച്ചു വരിക? നാളെ ബുധനാഴ്ചയല്ലേ, നാളെ പോയാ പോരെ നിനക്ക്? ചൊവ്വയും വെള്ളിയും പോയാ എന്താ കുഴപ്പം? അതല്ലേ പറഞ്ഞേ, ഐശ്വര്യമൊക്കെ അങ്ങോട്ടേക്ക് നീ കൊണ്ടുപോവല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ഇന്ന് ചൊവ്വാഴ്ച പോവല്ലേ, അടുത്ത വെള്ളിയാഴ്ച വരാം. കൊണ്ടുപോയി ഐശ്വര്യം തിരിച്ചു കൊണ്ടുവന്നിട്ട് പോരെ? തർക്കുത്തരം പറ. അവിടെ ചെന്നാൽ ഇതേപോലെ തർക്കുത്തരം പറയണട്ടോ അവരോടും. രാവിലെ നേരത്തെ എണീറ്റ് കുളിക്കുക, എന്നിട്ട് അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കുക, അടിച്ചൊരു തുടക്കുക. ഇതൊക്കെ ചെയ്തോളാട്ടോ അവിടെ പോയിട്ട്, വെറുതെ വീട്ടുകാരെ പറയിപ്പിക്കാൻ. 2 ചെടി കൊണ്ടോട്ടെ? അവിടെ 2 ചെടി, ആ ചോപ്പും മഞ്ഞയും ചെടി. ഇന്ന് ചൊവ്വാഴ്ചയായിട്ടേ ചെടി കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. ഇവിടുത്തെ ചെടിയൊക്കെ നശിച്ചു പോകും. നീ വേണമെങ്കിൽ ഒരു 50 പൈസ വെച്ചിട്ട് വേണമെങ്കിൽ ചെടി കൊണ്ടുപോയിക്കോ. വേണ്ട പൊന്നോ, ചെടി വേണ്ട, ഒരു തേങ്ങ വേണ്ട. ഞാൻ പോകട്ടോ. ഫോൺ എടുക്കാൻ മറന്നു തോന്നുന്നു. ഫോൺ അവിടെ ഇരിക്കണ്ട അമ്മേ? അവിടെ ഉണ്ടല്ലേ ഫോണ്. ഇപ്പൊ ഒരു വഴിക്ക് ഇറങ്ങിയിട്ട് നീ എന്തിനാ തിരിച്ചു കയറിയത്? എന്നോട് പറഞ്ഞ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേന്നില്ലേ ഫോണ്? നീ വെള്ളം കുടിച്ചിട്ട് പോയാ മതി. ഇപ്പൊ വെള്ളം കുടിക്കാൻ സമയം. നീ വെള്ളം കുടിച്ചിട്ട് പോയാ മതി. പോരെ, ഞാൻ പോവട്ടാ. നിങ്ങൾ ഇതുപോലെ പലതരം വിശ്വാസങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.